നമസ്കാരം. വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളിൽ തിമിംഗലം എന്ന ജീവിയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെയാണ്: ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതാതുതരം ജീവജന്തുക്കളെയും അതാതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പരാമർശിക്കുന്ന ഈ ഭാഗത്ത് പേരെടുത്തു പറയുന്ന ഏക ജീവിയാണ് തിമിംഗലം. പിന്നീട് തിമിംഗലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളിലാണ്. ആ വാചകം ഇങ്ങനെയാണ്: നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. സങ്കീർത്തനം 74-ാം അധ്യായം 13-ാം വാക്യമാണ്. തിമിംഗലങ്ങളുടെ കൂറ്റൻ ആകാരത്തെ അത് സൂചിപ്പിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. 148-ാം സങ്കീർത്തനത്തിൽ ഈ ഒരു ആഹ്വാനം നമുക്ക് കാണാം. ജന്തുക്കളിൽ ഏറ്റവും വലുതായ തിമിംഗലങ്ങൾ വളരെ പണ്ട് മുതലേ മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. സസ്തനിയായതിനാൽ ജലജീവിയായിട്ടും ചെകിളകൾക്ക് പകരം ശ്വാസകോശങ്ങൾ ഉള്ളതിനാൽ ഇടയ്ക്കിടെ ഉപരിതലത്തിൽ പൊങ്ങി വന്ന് അവ അന്തരീക്ഷവായു ശ്വസിക്കാറുണ്ട്. കടൽ ജീവിതത്തിന് അനുയോജ്യമായ വലിയ ശ്വാസകോശങ്ങളും വായു അറകളും അവയിൽ കടന്നുകൂടുന്ന ജലം തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് ചീറ്റിക്കളയുവാനുള്ള സംവിധാനങ്ങളും തിമിംഗലങ്ങൾക്കുണ്ട്. നിനവയിലേക്ക് പോകണമെന്ന ദൈവനിർദ്ദേശത്തിന് വിരുദ്ധമായി തർസീസിലേക്കുള്ള കപ്പൽ കയറിയ യോനാ പ്രവാചകൻ്റെ കഥ വിശുദ്ധ വേദപുസ്തകത്തിലെ മനോഹരമായ സംഭവകഥകളിൽ ഒന്നാണ്. യോനാ നിമിത്തം കാറ്റിലും കോളിലും അകപ്പെട്ട ആ കപ്പലിൽ നിന്ന് സ്വന്തം നിർദ്ദേശപ്രകാരം കടലിലേക്കെറിയപ്പെട്ട യോനായെ ഒരു മഹാമത്സ്യം വിഴുങ്ങി. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ നിർദ്ദേശപ്രകാരം 3-ാം ദിവസം ആ മഹാമത്സ്യം യോനയെ നിനവയുടെ തീരത്ത് ഛർദ്ദിച്ചു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ യോനയെ വിഴുങ്ങിയത് ഒരു മഹാമത്സ്യമാണെന്ന് പറയുന്നുവെങ്കിലും അത് ഒരു തിമിംഗലമായിരുന്നുവെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിലും മഹാമത്സ്യമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോനയെ ഒരടയാളമായി കരുതിക്കൊണ്ട് യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു: യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം